എങ്ങനെയാണ് ഈ അവസാന കാലത്ത് ഈ തിരക്ക് പിടിച്ച് വീണ്ടും സ്വർണ്ണപ്പാളികൾ പൂശാൻ കൊണ്ടുപോയത്? അത് ചിലപ്പോൾ 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ? ദർ ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി എന്ന വാക്കാണ് കോടതി അതിനകത്ത് ഉപയോഗിച്ചത്, ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി. അതും കഴിഞ്ഞ് അപ്പോഴും പക്ഷേ സർക്കാർ ദേവസ്വം ബോർഡിനൊപ്പമായിരുന്നു. ദേവസ്വം ബോർഡിന് ഒരു പ്രാവശ്യം കൂടി ടേം നീട്ടിക്കൊടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത്തവണ കോടതി ഒരു പടി കൂടി കടന്ന്, ഈ പല പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ദേവസ്വം ബോർഡിനെ കോടതി വിടുന്നില്ല. ഒരു ഘട്ടം കൂടെ കടന്ന് പറയുകയാണ്, നോക്കൂ, മിനിറ്റ്സ് ബുക്ക് പോലും മര്യാദയ്ക്കല്ല എഴുതിയിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോടതി വിശദമായി പറയുന്നുണ്ട്, നിങ്ങൾ ചില റിക്വസ്റ്റുകൾ എഴുതി വയ്ക്കും, എന്നിട്ട് അപ്രൂവ്ഡ് എന്ന് പറയും. ഇതിൻ്റെ പേര് മിനിറ്റ്സ് എന്നല്ല. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഇതിൻ്റെ ഓഡിറ്റിനടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്ത്, എന്തൊക്കെയാണ് തീരുമാനമെടുത്തത് എന്നടക്കമുള്ള വിശദമായ രേഖയാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്നു, നോക്കൂ, ഏറ്റവും വിവാദമായ ഈ ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനെടുത്ത തീരുമാനത്തിൻ്റെ കാലത്തെ മിനിറ്റ്സ് പോലുമില്ല. 2025 ജൂലൈയോടുകൂടി മിനിറ്റ്സ് എഴുതിയ തീർന്നു, പിന്നെ അങ്ങോട്ട് മിനിറ്റ്സ് എഴുതിയിട്ടില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. നോക്കൂ എവിടം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ.